അസ്സാം വലൈക്കും വറഹമത്തുള്ള. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക്കിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാലും സാഹിബുൽ ഹാലും ഫളില തമീസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇസ്മുൻ നക്കിറത്തുൻ മൻസൂബുൻ, അത് അൺഡിഫൈൻഡായ നാമത്തിനാണ് ഹാൽ എന്ന് പറയുന്നത്. മൻസൂബിൻ നസ്ബ് ചെയ്യപ്പെട്ടതാണ്, ഫതഹത്ത് ചെയ്യപ്പെട്ടതാണ്. യുബയ്യിനു ഹയത്ത ഇസ്മിൻ ഖബ്ലഹു, അതിനു മുമ്പുള്ള നാമത്തിൻ്റെ രൂപത്തെ എന്ത് ചെയ്യും, അത് വ്യക്തമാക്കി തരും. യുസമ്മ സാഹിബുൽ ഹാൽ, അതിന് സാഹിബുൽ ഹാൽ എന്ന് പേര് പറയപ്പെടും. വയസ്ലഹുൽ ഹാലു അയക്കൂന ജവാബൽ മിഥ്ലി ഹാദിഹിൽ അസ്ഇല, ഹാല് എന്താകാൻ പറ്റും, ചോദ്യത്തിൻ്റെ മറുപടിയാകാൻ പറ്റും. ഈ ചോദ്യങ്ങളുടെ മറുപടിയാകാൻ പറ്റും. ഏത് ചോദ്യത്തിൻ്റെ? കൈഫ എങ്ങനെ, ഫി അയ്യ ഹാലിൻ ഏത് അവസ്ഥയിൽ, ഫി അയ്യ സൂറത്തിൻ ഏത് രൂപത്തിൽ, എന്നൊക്കെ ചോദ്യത്തിൻ്റെ മറുപടിയാകാൻ പറ്റും. എന്ത്? ഹാല്. നമുക്ക് ഉദാഹരണം നോക്കാം. ജാ താലിബ് നാജിഹൻ, വിദ്യാർത്ഥി വിജയിച്ചവനായ നിലയിൽ വന്നു. ഇദാ സുഇലത്ത് കൈഫ ജാ താലിബു, ഇദാ സുഇൽന, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൈഫ ജാ താലിബു, എങ്ങനെയാണ് വിദ്യാർത്ഥി വന്നത്, ഫനഖൂലു, അപ്പോൾ നമ്മൾ പറയും ജാ താലിബു നാജിഹൻ, അവൻ വിജയിച്ചവനായ നിലയിലാണ് വന്നത് എന്ന് നമ്മൾ മറുപടി പറയും. ഇനി നമുക്ക് നോക്കാം അൻവാഉൽ ഹാലി, ഹാലിൻ്റെ ഇനങ്ങൾ. യകൂനുൽ ഹാലു ഇസ്മൻ മുഫ്രദൻ ഔ ജുംലത്തൻ ഇസ്മിയ ഔ ജുംലത്തൻ ഫഅലിയ. ഹാല് എപ്പോഴും എന്താകും, ഏകവചനമായ നാമമാകും. ഔ ജുംലത്തൻ ഫഅലിയത്തൻ, അല്ലെങ്കിൽ ജുംലത്തൻ ഇസ്മിയത്തൻ, ഇസ്മിയായ ജുംലയാകും. ഔ ജുംലത്തൻ ഫഅലിയത്തൻ, അല്ലെങ്കിൽ ഫഅലിയായ ജുംലയാകും. ഔ ശിബഹ ജുംലത്തിൻ, അല്ലെങ്കിൽ സെൻറ്റൻസിനോട് യോജിച്ചതായ ജുംലയാകും. അത് ഏതൊക്കെയാണ്? ജാർ വൽ മജ്റൂർ, ജുംലയോട് സാദൃശ്യമുള്ളത് ജാർ മജ്റൂറാണ്. അവൽ ലൊറഫ്, അല്ലെങ്കിൽ ലർഫാണ്. അവിൽ മുലാഫ് ഇലൈഹി, അല്ലെങ്കിൽ എന്താണ്, മുലാഫ് ഇലൈഹാണ്. ഇനി നമ്മൾ പറയുന്നത് സാഹിബുൽ ഹാലിനെ കുറിച്ചാണ്. അതിൻ്റെ രൂപവും, സാഹിബുൽ ഹാലും അതിൻ്റെ രൂപത്തെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സാഹിബുൽ ഹാലി വസുവറുഹു. അൽ ഇസ്മുല്ലദി യരിദു ഖബലൽ ഹാലി യുസമ്മ സാഹിബുൽ ഹാൽ. അപ്പോൾ ഈ സാഹിബുൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹാലിൻ്റെ മുമ്പ് വരുന്ന നാമത്തിനാണ് സാഹിബുൽ ഹാൽ എന്ന് പറയുന്നത്. വയത്തി സാഹിബുൽ ഹാലി ഫായിലൻ, ഹാല് സബ്ജക്റ്റായിട്ട് വരാം. ഔ മഫ്ഊലൻ ബിഹി, അല്ലെങ്കിൽ ഒബ്ജക്റ്റായിട്ട് വരാം. ഔ നായിബുൽ ഫായിലി, അല്ലെങ്കിൽ പ്രതികർത്താവായിട്ട് വരാം. ഔ മുബ്തദഅൻ ഔ ഖബറൻ, ഒന്നില്ലെങ്കിൽ മുബ്തദയായിട്ട് വരാം, അല്ലെങ്കിൽ ഖബറായിട്ട് വരാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം നമുക്ക് പറയാം. അൽ മിസാൽ, ഉദാഹരണം. യംശിൽ വലതു ലാഇബൻ, കുട്ടി കളിക്കുന്നവനായ നിലയിൽ നടക്കുന്നു. അപ്പോൾ ഇവിടെ ലാഇബൻ എന്നുള്ളത് ഇസ്മു മുഫ്രദാണ്, അതാണ് ഹാലാണ്. അതിൻ്റെ നൗ എന്താണ്? അതിൻ്റെ ഇനം ഏകവചനമായ നാമമാണ്. സാഹിബുൽ ഹാൽ നോക്കാൻ, വലത് സാഹിബുൽ ഹാൽ കുട്ടിയാണ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. അത് ഫായിലുൻ മർഫൂഉൻ റഫഅ ചെയ്യപ്പെട്ട ഫായിലാണ്. അങ്ങനെ ബാക്കിയുള്ള ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഹാലിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇസ്മുൻ നക്കിറത്തുൻ മൻസൂബുൻ യുബയ്യിനു ഹൈഅത്ത ഇസ്മിൻ ഖബ്ലഹു യുസമ്മ സാഹിബുൽ ഹാൽ. ഹാൽ എന്ന് പറഞ്ഞാൽ നക്കിറയായ അൺഡിഫൈൻഡ് ആയ നൗണാണ്. മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. യുബയ്യിനു ഹൈഅത്ത ഇസ്മിൻ ഖബ്ലഹു, അതിൻ്റെ മുമ്പുള്ള നാമത്തിൻ്റെ രൂപത്തെ അതെന്ത് ചെയ്യും, വ്യക്തമാക്കി തരും. യുസമ്മ സാഹിബുൽ ഹാലി, അതിനെന്ത്, സാഹിബുൽ ഹാൽ എന്ന് പറയപ്പെടുന്നു. ഇനി അടുത്തത് തമ്മീസാണ്. തമ്മീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന കാര്യത്തിനാണ് തമ്മീസ് എന്ന് പറയുന്നത്. മയ്യസ യുമയ്യിസ് തമ്മീസ്, മയ്യസയുടെ ക്രിയാധാതുവാണ് തമ്മീസ് എന്നുള്ളത്. മയ്യസ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിഞ്ഞു എന്നാണ്. അപ്പോൾ തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർതിരിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് തമ്മീസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാം. വത്തമ്മീസു ഇസ്മുൻ നക്കിറത്തുൻ മൻസൂബുൻ യഅതി ലി ബയാനിൽ മഖ്സൂദി ഔ ലി ഇസാലത്തിൽ ഇബ്ഹാമി
عن اسم قبله يسمى المميز الذي يصلح أن يراد به أشياء مختلفة. അപ്പോൾ എന്താണ് തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇസ്മുൻ നക്റത്തുൻ, നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? അത് നക്റയായ നാമമാണ്, അത് അറിയപ്പെടാത്ത നാമം. മൻസൂബൻ നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും. എത്തിയിലെ ബയാനിൽ മഖ്സൂദി, കരുതപ്പെട്ടതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. ഔലി ഇസാലത്തിൽ ഇബ്ഹാമി, അല്ലെങ്കിൽ അവ്യക്തതയെ നീക്കാൻ വേണ്ടിയിട്ട്. ആൻ ഇസ്മിൻ ഖബലഹു, അതിന് മുമ്പുള്ള നാമത്തിനെ തൊട്ട്. യുസമ്മൽ മുമയ്യിസു, ആ നാമത്തിന് എന്താണ് പേര് വെക്കപ്പെടുക? മുമയ്യിസ് എന്നാണ് പേര് വെക്കപ്പെടുന്നത്. അല്ലദീ യസ്ലിഹു അൻ യുറാദ ബിഹി അഷ്യാൻ മുഖ്തലിഫ, ആ മുമയ്യിസിനെ പല കാര്യങ്ങൾ കൊണ്ടിട്ട് എന്ത് ചെയ്യാം? ഉദ്ദേശിക്കപ്പെടാം. പക്ഷേ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കാര്യമാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിനാണ് തമ്മീസ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ നൗഅ തമ്മീസു ഫഹിയ, ഇനി തമ്മീസ് പല ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് തമ്മീസു ബഅദ അസ്മാഇൽ വസ്നി, വസിൻ്റെ തൂക്കത്തിൻ്റെ നാമങ്ങൾക്ക് ശേഷമുള്ള തമ്മീസ്. രണ്ടാമത്തത് തമ്മീസു അസ്മാ അൽ കൈലി, അളവില്ലേ, അളവിൻ്റെ നാമത്തിന് ശേഷം വരുന്ന തമ്മീസ്. മൂന്നാമത്തത് തമ്മീസു ബഅദ അസ്മാഇൽ മസാഹത്തി, ദൂരത്തിൻ്റെ നാമത്തിന് ശേഷം വരുന്ന തമ്മീസ്. നാലാമത്തത് തമ്മീസു ബഅദ അസ്മാഇൽ അഅദാദ്, എണ്ണത്തിന് ശേഷം വരുന്ന തമ്മീസ്. അമ്മാ നിസ്ബത്തു ഇലൽ ഇഅറാബിൽ തമ്മീസി ഫൽഅസ്ലു ഫീഹി യകൂന മൻസൂബ. അപ്പോൾ എന്താണ് തമ്മീസിൻ്റെയൊക്കെ ഇഅറാബ് എന്തായിരിക്കും? അപ്പോൾ തമ്മീസിൻ്റെ ഇഅറാബിലേക്ക് നമ്മൾ ചേർക്കൽ കൊണ്ടിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ അടിസ്ഥാനം എന്താ? അത് മൻസൂബായിരിക്കും, അത് ഫത്ഹ ചെയ്യപ്പെട്ടതായിരിക്കും. പക്ഷേ വലാകിൻ യജൂസു ഫി തമ്മീസിൽ വസ്നി വൽ ഖൈലി വൽ മസാഹത്തി യകൂന മൻസൂബൻ ഔ മജ്റൂറൻ ബി ഇളാഫത്തിൻ. ചിലപ്പോൾ എന്ത് ചെയ്യും? തമ്മീസ് വസിൻ്റെ തമ്മീസിൽ, അല്ലെങ്കിൽ എന്താണ് മസാഹത്തിൻ്റെ, കൈലിൻ്റെയും മസാഹത്തിൻ്റെയൊക്കെ തമ്മീസിൽ അത് ചിലപ്പോൾ എന്താകാം? നസ്ബ് ചെയ്യപ്പെട്ടതാകാം. ഔ മജ്റൂറൻ ബിൽ ഇളാഫത്തി, അല്ലെങ്കിൽ ഇളാഫത്ത് കൊണ്ട് ജർ ചെയ്യപ്പെട്ടതാകാം. കസ്റത്ത് ചെയ്യപ്പെടുന്നതാകാം. ഔ ബി മിൻ, അല്ലെങ്കിൽ മിന്ന് കൊണ്ടിട്ട് എന്ത് ചെയ്യാം? അതെന്താണ് തമ്മീസ് ആകുന്നതാകാം. നമുക്ക് ഉദാഹരണം നോക്കാം. ഇസ്തറൈത്തു കിലോ ജിറാമൻ കുംഹൻ, ഇസ്തറൈത്തു ഞാൻ വാങ്ങി, കിലോ ജിറാമൻ 1 കിലോ, കുംഹൻ കുംഹ് മേടിച്ചു, 1 കിലോ കുംഹ് മേടിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? കുംഹൻ എന്നുള്ളതാണ് തമ്മീസ്. അൽ വസ്നുൻ മൻസൂബൻ, നസ്ബ് ചെയ്യപ്പെട്ട വസ്നാണ്. അപ്പോൾ തമ്മീസിൻ്റെ ഡെഫിനിഷൻ ഇസ്മുൻ നക്കിറത്തുൻ മൻസൂബൻ യഅതി ബയാനിൽ മഖ്സൂദി ഔ ലിസാലത്തിൽ ഇബ്ഹാമി അൻ ഇസ്മിൻ ഖബലഹു യുസമ്മൽ മുമയ്യിസ്. തമ്മീസ് എന്ന് പറഞ്ഞാൽ നക്കിറയായ നാമമാണ്, നസ്ബ് ചെയ്യപ്പെടുന്നതാണ്. അത് കരുതപ്പെട്ടതിനെ വിശദീകരിക്കാൻ വേണ്ടി അത് വരും, അല്ലെങ്കിൽ അവ്യക്തതയെ നീക്കാൻ വേണ്ടിയിട്ട്. അൻ ഇസ്മിൻ ഖബലഹു, അതിന് മുമ്പുള്ള നാമത്തിൻ്റെ അവ്യക്തതയെ നീക്കാൻ വേണ്ടിയിട്ട്. യുസമ്മൽ മുമയ്യിസു, ആ നാമത്തിന് പേര് പറയപ്പെടും മുമയ്യിസ് എന്ന് പറയപ്പെടും. താങ്ക്സ്.